ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടുത്ത്. വിദ്യാർത്ഥികൾ പല വിഷയങ്ങളും വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട വിഷയമാണ് ശാസ്ത്രം. എന്താണ് ശാസ്ത്രം? കൃത്യമായ ഉത്തരം നൽകാൻ പ്രയാസമുള്ള ചോദ്യമാണത്. പ്രകൃതിയെക്കുറിച്ചുള്ള അറിവാണ് ശാസ്ത്രം. പ്രകൃതി എന്നാൽ എന്താണ്? ജീവനില്ലാത്തതും ജീവനുള്ളതുമായ എല്ലാം ഉൾപ്പെടുന്ന ലോകമാണ് പ്രകൃതി. അതിൽ കരയും കടലും സസ്യങ്ങളും ജന്തുക്കളും കാടും മലയും മണ്ണും മനുഷ്യനും എല്ലാം ഉണ്ട്. ഭൂമി മാത്രമല്ല പ്രകൃതിയിലുള്ളത്. അതിൽ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ഭൂമി കൂടാതെ വേറെ ഗ്രഹങ്ങളുണ്ട്, അവയുടെ ഉപഗ്രഹങ്ങളുമുണ്ട്. പല നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. എല്ലാം കൂടിയുള്ള മഹാപ്രപഞ്ചമാണത്. ഇവയെക്കുറിച്ച് എല്ലാമുള്ള അറിവാണ് ശാസ്ത്രം. മാത്രമല്ല, ആ അറിവ് നേടുന്ന പ്രവർത്തനങ്ങളും ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളാണത്. അതിൽ നിരീക്ഷണങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വസ്തു വിശദമായി മനസ്സിലാക്കുന്നതാണ് നിരീക്ഷണം. കണ്ണുകൊണ്ട് വെറുതെ നോക്കിക്കാണലല്ല. ചിലപ്പോൾ വസ്തുവിന്റെ മണവും രുചിയും നിറവും മനസ്സിലാക്കേണ്ടി വരും. തൊട്ടുനോക്കി അതിന്റെ പ്രകൃതം മനസ്സിലാക്കേണ്ടി വരും. ചിലപ്പോൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളും വേണ്ടിവരും. പുതുതായി തുടങ്ങിയ ഒരു ഹോട്ടലിലെ ഭക്ഷണം രുചികരമാണോ എന്നറിയണമെങ്കിൽ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു നോക്കിയാൽ മതിയല്ലോ. വളരെ ചെറിയൊരു പരീക്ഷണമാണിത്. ഇതുപോലെയുള്ള ചെറിയ പരീക്ഷണങ്ങളും വലിയ പരീക്ഷണങ്ങളും നടത്തിയിട്ടാണ് ശാസ്ത്രം ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത്. പരീക്ഷണങ്ങൾ നടത്തി ലോകത്തിന് അറിവ് നൽകുന്നവരാണ് ശാസ്ത്രജ്ഞന്മാർ. തെറ്റായ അറിവുകൾ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയില്ല. വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അറിവ് ശരിയല്ല എന്നറിഞ്ഞാൽ അവരത് ഉപേക്ഷിക്കും. സത്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ശാസ്ത്രജ്ഞന്മാർ. സത്യത്തോടുള്ള അവരുടെ താല്പര്യം കൊണ്ടാണ് ശാസ്ത്രം ഇത്രയും വളർന്നത്. അറിവിന്റെ വെളിച്ചമാണ് ശാസ്ത്രം ലോകത്തിന് നൽകിയത്. ദിവസം തോറും അറിവില്ലായ്മയുടെ ഇരുട്ട് അത് പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ലോകം അറിഞ്ഞതിനേക്കാൾ വളരെയേറെ കാര്യങ്ങൾ ഇനിയും അറിയാനിരിക്കുന്നു. 1600ഓളം വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ വില്യം ഹാർവി എന്നൊരു ശാസ്ത്രജ്ഞൻ ജീവിച്ചിരുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ ഒട്ടേറെ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ലണ്ടനിൽ താമസിച്ച കാലത്ത് അദ്ദേഹം പല ജന്തുക്കളുടെയും ഹൃദയമിടിപ്പ് നിരീക്ഷിച്ച് മനസ്സിലാക്കി. നായ, മത്സ്യം, വണ്ടുകൾ ഇവയുടെ എല്ലാം ഹൃദയമിടിപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് മനസ്സിലാക്കിയത്. നല്ലൊരു ശരീരശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. തൂക്കിക്കൊന്ന ശവശരീരങ്ങൾ കീറി മുറിച്ച് പരിശോധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ആ സന്ദർഭങ്ങളിലും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഹൃദയരോഗങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ ഇന്നത്തെ ഡോക്ടർമാർക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടായിരുന്നു. വില്യം ഹാർവിയെ പോലെ മഹാത്മാരായ ആളുകൾ ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായത്. മനുഷ്യന്റെ ജീവിത സുഖങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിയത് ശാസ്ത്രമാണ്. അത് പഠിക്കുന്നവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ശിവദാസൻ തെക്കിനിയടുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.